അത് പച്ചക്കള്ളമാണ് പറഞ്ഞു. മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് വിലയിരുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ പിണറായി വിജയനെ ഫോണിൽ വിളിച്ചാൽ അദ്ദേഹം ഫോൺ ഫ്രീ ആണെങ്കിൽ ഫോൺ ഉടനെ എടുക്കും. നമസ്കാരം. മണിച്ചേട്ടനെന്നും മൂക്കിൻ തുമ്പിലാണു കോപം, എന്തിനാന്നു ചൊന്നാൽ ഞങ്ങൾ പൊന്നുപോലെ നോക്കാം. അറബിയും ഒട്ടകവും പിന്നെ മാധവൻ നായരും എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട് ഇതേ ഈണത്തിൽ. സുകുമാരൻ നായരുടെ മസ്തകവും പിന്നെ സതീശനും എന്ന രാഷ്ട്രീയ സാമുദായിക നാടകത്തിലെ പാട്ടാണ് ആദ്യം കേട്ടത്. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം സുകുമാരൻ നായർ ചേട്ടന് അങ്ങ് കലിപ്പാണ്. എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് തൽക്ഷണം നടക്കണം. ഒന്ന് കാണണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ സെക്രട്ടറിയെ വിളിച്ചു. ബജറ്റിൻ്റെ തിരക്കാണെന്നും പിന്നെ അങ്ങോട്ട് വിളിക്കാമെന്നും പറഞ്ഞു. അപ്രകാരം തിരിച്ചു വിളിക്കുകയും കാണാമെന്ന് പറയുകയും ചെയ്തു. എറണാകുളത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞപ്പോൾ അതുപോരാ, തിരുവനന്തപുരത്ത് വെച്ച് കാണണമെന്നായി. മുഖ്യമന്ത്രിയെ കാണണമെന്നാവശ്യപ്പെട്ട് NSSൻ്റെ ജനറൽ സെക്രട്ടറി ഫോൺ ചെയ്തപ്പോൾ സമയം കൊടുത്തില്ല എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു വി ഡി സതീശൻ. എല്ലാം സെക്രട്ടറി വഴിക്കുള്ള ഇടപാടുകളായിരുന്നു. നേരിട്ട് വിളിച്ചപ്പോൾ സതീശൻ പറഞ്ഞു പോലും മറ്റേ അങ്ങേര് കാരണമാണ് എനിക്കന്ന് അങ്ങനെ പറയേണ്ടി വന്നത് എന്ന്. ഇതാണ് ഇത്തരത്തിലുള്ള കെടുമ്പൻ കാരണവന്മാരുടെ ഒരു ദോഷം. ആരെങ്കിലും എന്തെങ്കിലും ഫോണിലൂടെ പറയുന്നത് 10 ചാനൽ മൈക്കുകൾ കാണുമ്പോൾ വിളിച്ചങ്ങ് പറയും. പമ്പാ നദിയിലൂടെ ഇപ്പോൾ ഒഴുകുന്നതെന്താ, തീട്ടക്കണ്ടിയല്ലയോ എന്ന് ചാനലുകളിലൂടെ പറഞ്ഞ മനുഷ്യനാണ് ഈ സുകുമാരൻ നായർ. ഇനി എൻ്റെ പട്ടി മുഖ്യനെ കാണാൻ പോകും എന്ന നിലപാടിലാണ് അദ്ദേഹം. മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി. വേറൊരു മുഖ്യമന്ത്രിയും തന്നോടിങ്ങനെ പെരുമാറിയിട്ടില്ലെന്നും പിണറായി വിജയനാണെങ്കിൽ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കുമെന്നും സമയമില്ലെങ്കിൽ തിരിച്ചു വിളിക്കുമെന്നും മണിച്ചേട്ടൻ പറയുന്നു. സുകുമാരൻ നായരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനായി പിണറായി വിജയൻ ഒരു മന്ത്രിയെ തന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. സുകുമാരൻ നായർ കാര്യമന്ത്രി VN വാസവൻ. ഉച്ചയാകുമ്പോൾ വാസവൻ വിളിക്കും, മണിച്ചേട്ട ഉച്ചയൂണിന് പഴനുറുക്കും പായസവും ഉണ്ടായിരുന്നു, കാളന് പുളി കൂടുതലായിരുന്നു, ഇന്നലെ വയറ്റിൽ നിന്ന് പോയായിരുന്നു, വലിയ ചന്ദനാദി ഉപയോഗിച്ചതിന് ശേഷം ഉറക്കമൊക്കെ സുഖമാണോ? ഇങ്ങനെ കുശലാന്വേഷണങ്ങൾ എല്ലാം നടത്തുമായിരുന്നു. ഭരണം മാറിയതോടെ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെയായി. ഇപ്പോൾ കേരളം ഭരിക്കുന്നതൊരു നായരാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? ഏതാണ്ടിനും മീശ കിളിച്ചാൽ അമ്പട്ടൻ എന്താ പ്രയോജനം എന്നൊരു ചോദ്യം പണ്ടുണ്ടായിരുന്നു. ഇക്കാലം അത്രയും കിട്ടുന്നിടത്ത് വെച്ചെല്ലാം ചീത്തയും വിളിച്ച് വഴക്കും പറഞ്ഞു. സതീശൻ അഹങ്കാരിയാണെന്ന മുദ്രയും കുത്തി ഇയാളെ തോൽപ്പിക്കണമെന്ന ആഹ്വാനവും നൽകി. എങ്ങാനും സതീശൻ ജയിച്ച് മുഖ്യമന്ത്രിയാകുമോ എന്ന ഭയം കാരണം എന്തൊക്കെ ബർമ്മ വെച്ചു. സതീശൻ്റെ പറവൂരെ വീടിൻ്റെ മുമ്പിൽ ഒരാൾക്കൂട്ടം കണ്ട് ഹാലിളകി. ഹൈക്കമാൻഡ് സതീശനെ എങ്ങാനും മുഖ്യമന്ത്രിയാക്കുമോ എന്ന് ഭയന്ന് ആ രാത്രി തന്നെ ഇദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച പുള്ളിയാണ്. അവസാന ലാപ്പിലും പറഞ്ഞു സതീശൻ അഹങ്കാരിയാണെന്നും വൃത്തികെട്ടവനാണെന്നും സമുദായത്തെ അനുസരിക്കാത്തവനാണത്രേ. ആ പുള്ളിക്കിപ്പോൾ മുഖ്യമന്ത്രിയെ ഒന്ന് കാണണം പോലും. ഉദ്ദേശിച്ച സമയത്ത് കാര്യം നടക്കാത്തതിനാ പ്രകോപിതനായി. എനിക്കിനി ആരെയും കാണണ്ട എന്നായി. മുഖ്യമന്ത്രി എന്നെ കാണുമെന്ന് പറയുന്നത് ഫോട്ടോയിൽ കൂടിയാവും എന്നൊക്കെയാണ് ഇന്നലെ സുകുമാരൻ നായർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. പിന്നെ വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഞാൻ കാണാൻ ആഗ്രഹിച്ചത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയാണ്, PD സതീശനെ അല്ല. സുകുമാരൻ നായരുടെ കഷ്ടകാലത്തിന് രണ്ടും ഒരാളായിപ്പോയി. ഇനി എന്നെ ഫോട്ടോയിലൂടെ കാണാൻ പറ്റൂ എന്നൊക്കെ പറയുന്നത് നായന്മാരെ മൊത്തത്തിൽ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് മണിച്ചേട്ട. എത്രയോ പതിറ്റാണ്ടിന് ശേഷമാണ് കേരള സംസ്ഥാനത്തൊരു നായർ മുഖ്യമന്ത്രിയാകുന്നത്. പക്ഷേ പുള്ളിയുടെ അച്ഛൻ്റെ പേര് മേനോൻ എന്നായിപ്പോയി. അതിന് ഇത്രയൊക്കെ കുശുമ്പ് വേണോ? ശരിക്കും സന്തോഷിക്കേണ്ട സമയമായിരുന്നു ഒരർത്ഥത്തിൽ സുകുമാരൻ നായരുടെ ഈ ജീവിതാവസ്ഥ. പക്ഷേ എന്തു ചെയ്യാം, അദ്ദേഹത്തിൻ്റെ മനസ്സ് അത് അനുവദിക്കുന്നില്ല. മനസ്സിലാകാത്ത ഒരു കാര്യം, അങ്ങേ ജീവന് തുല്യം സ്നേഹിക്കുന്ന പിണറായി വിജയൻ ഭരണം വിട്ടുപിരിഞ്ഞിട്ട് ഇത്രയ്ക്കിത്ര നാളെ ആയിട്ടുള്ളൂ. താങ്കൾക്ക് ആ സമയത്ത് അദ്ദേഹത്തെ പോയി കണ്ട് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കാമായിരുന്നു. എല്ലാ സങ്കടങ്ങളും പിണറായി വിജയനോട് പറയാമായിരുന്നു. എന്തിനാണ് ചിലത് മാത്രം ബാക്കി വെച്ചത് പരീക്ഷിക്കാൻ? നായർ സമുദായത്തിൻ്റെ ഏത് നീറുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് അങ്ങ് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടത്? സതീശനെ അഹങ്കാരി എന്ന് വിളിച്ച വെള്ളാപ്പള്ളി നടേശൻ പോലും അവസാന നിമിഷം കാലുമാറി. അശോകൻ അല്പം ക്ഷീണമാകാമെന്ന യോദ്ധയിലെ ഡയലോഗ് പോലെ സതീശൻ അല്പം അഹങ്കാരമൊക്കെ ആകാം
ഒരു മുഖ്യമന്ത്രിക്ക് അല്പം അഹങ്കാരമൊക്കെ വേണം എന്നൊരു ചാർത്തും എഴുതി കൊടുത്തു. താങ്കൾ ധരിച്ചത് ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ വി ഡി സതീശൻ കൊടിവെച്ച കാറിൽ അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ പൂവിട്ട് നിൽക്കുമെന്നാണോ? പിണറായി വിജയൻ്റെ പ്രതാപം കണ്ടപ്പോൾ അദ്ദേഹം വീണ്ടും വരുമെന്ന് കരുതിപ്പോയതാണ് സുകുമാരൻ നായർക്കും വെള്ളാപ്പള്ളിക്കുമൊക്കെ പറ്റിയ അമളി. ഇത്രയൊക്കെ ആയിട്ടും സുകുമാരൻ നായർ ചേട്ടൻ മെരുങ്ങുന്ന മട്ടല്ല. കൂടുതൽ മൂത്താൽ പണ്ട് മന്നത്തപ്പൂപ്പൻ ചെയ്തതുപോലെ ഒരു വിമോചന സമരം അങ്ങ് നടത്തണം. പണ്ടുണ്ടായിരുന്ന ഉമ്മൻചാണ്ടി നല്ല മനുഷ്യനായിരുന്നുവെന്നാണ് ഇപ്പോൾ സുകുമാരൻ നായർ പറയുന്നത്. അതുകൊണ്ടല്ലേ വിളിച്ചൊന്ന് വിരട്ടിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ചെന്നിത്തലയെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ പറ്റിയത്? വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും എന്തൊക്കെ അപവാദങ്ങളും ആക്ഷേപങ്ങളുമാണ് പറഞ്ഞത്. വി എം സുധീരനെയും ഇഷ്ടമായിരുന്നില്ല. നിങ്ങളുടെ പാദസേവയ്ക്ക് വരാത്ത ഒറ്റ മനുഷ്യരെയും നിങ്ങൾക്ക് ഇഷ്ടമല്ല. എല്ലാവരും അതേ ജനസിൽ പെടുന്നവരാണ് എന്ന് ധരിക്കരുത്. പണ്ട് ശശി തരൂരിനെ പറ്റി പറഞ്ഞത് അയാൾ ദില്ലി നായരാണ് എന്നായിരുന്നു. ദേശപാടികളുടെ പരമ്പരയിൽപ്പെട്ട പാലക്കാട്ട് ഇലവഞ്ചേരി തറവാട്ടിലെ ജയശങ്കിനി മുത്തശ്ശിയുടെ ചെറുമകനായ ശശി തരൂരിന് ഒരു കാലത്തും NSSനെ കൊണ്ട് ഒരാവശ്യവും ഉണ്ടായിട്ടില്ല. പുള്ളി വിശ്വപൗരനായിരുന്നു. തരൂര് 3 തവണ കെട്ടി. ഒരു കല്യാണത്തിനും കരയോഗത്തിൽ നിന്നും ചാർത്തെഴുതി വാങ്ങിയില്ല. വളരെ കാലത്തിന് ശേഷം നമ്മൾ കണ്ടത് ശശി തരൂർ മന്നം ജയന്തി ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നതായിരുന്നു. ശശി തരൂർ എങ്ങനെയോ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയാകുമെന്നൊരു ചിന്ത സുകുമാരൻ നായർക്കുണ്ടായി. അതാണ് അന്ന് ക്ഷണിക്കാൻ കാരണം. സുരേഷ് ഗോപിയെ പെരുന്നയിലെ NSSൻ്റെ ആസ്ഥാനത്ത് നിന്നും ഇറക്കി വിടാൻ കാരണമായി സുകുമാരൻ നായർ പറഞ്ഞത് നായരാണെന്ന് പറഞ്ഞ് നടക്കുന്നു, ഇത്രയും കാലമായിട്ടും ഒരിക്കൽ പോലും NSSൻ്റെ ആസ്ഥാനത്ത് വന്നിട്ടില്ല എന്നാണ്. ആ പറഞ്ഞതിൽ വേണമെങ്കിൽ അല്പം കഴമ്പുണ്ടെന്ന് കരുതാം. എന്നാൽ NSSൻ്റെ നേതൃത്വത്തോടോ സമുദായത്തോടോ അത്രയൊന്നും വിധേയത്വം പുലർത്താത്ത വി ഡി സതീശൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്ന് രാഷ്ട്രീയ ജീവിതം നയിക്കുന്നതിന് സുകുമാരൻ നായർ ചെവി ചൊറിഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? വെറുതെ വെള്ളയ്ക്ക് വെള്ളയുമിട്ട് ചുവന്ന പൊട്ടും തൊട്ട് വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിലിരുന്ന് വേണ്ടാധീനം പറയുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ യാതൊരു വിധമായ എതിർശബ്ദവും ഉന്നയിക്കാതെ താങ്കൾ ക്ഷമാശീലനായി ഇരുന്നതിൻ്റെ കാരണം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എപ്പോൾ വിളിച്ചാലും പിണറായി വിജയൻ ഫോൺ എടുക്കും, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. കുശലം ചോദിച്ച് നിത്യവും വാസവൻ വിളിക്കും. ഏതാണ്ടൊക്കെ കാര്യങ്ങൾ അങ്ങേക്ക് സാധിച്ചും കിട്ടി. നായന്മാരുടെ ഗോഡ്ഫാദറായി ഞെളിഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ഗുണമാണത്. ഈ സമുദായ പ്രമാണിമാരെ ഒന്നും സുഖിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് ഇപ്പോൾ പിണറായി വിജയന് മനസ്സിലായി കാണും. ആണ്ട വികിള് പിടിച്ച് വീട്ടിലിരിക്കുന്നു. KC വേണുഗോപാലും രമേശിനും അജയ്യന്മാരായി നിൽക്കുന്ന കാലത്തോളം വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുകയില്ലെന്ന് വെറുതെ പാവം സുകുമാരൻ നായർ ധരിച്ചുപോയി. സർവപ്രതാപിയായ പിണറായി വിജയൻ വീണ്ടും നമ്മെ ഭരിക്കുമെന്ന് മോഹിച്ചുപോയി. പ്രതീക്ഷിച്ചതിന് വിപരീതമായിട്ടാണ് എല്ലാം സംഭവിച്ചത്. അന്തംകമ്മികൾക്കുള്ള എല്ലാ സ്വഭാവ വിശേഷങ്ങളും നിങ്ങൾക്കുമുണ്ട്. ഇനിയെങ്കിലും ഞണ്ടും ഞറുവട്ടയും പറഞ്ഞിരിക്കാതെ തെളിഞ്ഞ മനസ്സോടെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുക. കുറച്ചുകാലം അടങ്ങിയിരിക്കുമ്പോൾ എല്ലാം ഒന്ന് ആറിത്തണുത്ത് ശാന്തമാകും. അപ്പോൾ സതീശൻ തിരിച്ചു വിളിക്കും. ഇനി അഥവാ സതീശൻ കാണണമെന്ന് പറയുമ്പോൾ നേരിട്ട് കാണാൻ താല്പര്യമില്ലെന്നും ഒരു ഫോട്ടോ തരാമെന്നും പറഞ്ഞ് ഒരെണ്ണം ഫ്രെയിം ചെയ്ത് കൊടുത്തു വിടണം. അതാണല്ലോ ഹീറോയിസം.